ഷെയ്ൻ നിഗം നായകനായി അടുത്തിടെ ഇറങ്ങിയ ദൃഢം എന്ന സിനിമ തന്റെ കഥ മോഷ്ടിച്ച് ഉണ്ടാക്കിയതാണെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് BJP കൗൺസിലറും മുൻ IPS ഉദ്യോഗസ്ഥയുമായ R. ശ്രീലേഖ. ദൃഢം മാത്രമല്ല, ഭൂതകാലം എന്ന ഷെയ്ൻ നിഗമിന്റെ സിനിമയും തന്റെ കഥയുടെ മോഷണമാണെന്നും ശ്രീലേഖ ആരോപിക്കുന്നുണ്ട്. ഭൂതകാലത്തിന്റെ തലക്കെട്ടിൽ പോലും സാമ്യമുണ്ടെന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ പറയുന്നു. ദൃഢം എന്ന സിനിമ കണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. പോലീസ് കഥയായതുകൊണ്ടും കാണാൻ അവസരം കിട്ടിയതുകൊണ്ടും വളരെ യാദൃശ്യമായി കണ്ടതാണെന്നും, എന്നാൽ താൻ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന ചെറുകഥ മോഷ്ടിച്ചതാണ് ഇതിന്റെ മൂലകഥയെന്നും ശ്രീലേഖ പറയും. തന്റെ യൂട്യൂബ് ചാനലിലുള്ള ഈ കഥയുടെ ലിങ്കും ശ്രീലേഖ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. ദൃഢം മാത്രമല്ല, തന്റെ ചാനൽ 3 വർഷം മുമ്പ് പറഞ്ഞ ഒരു അനുഭവകഥയുടെ മോഷണമാണ് ഭൂതകാലം എന്ന സിനിമയെന്നും ആരോപിക്കുന്നു. ഭൂതഭവനം എന്നായിരുന്നു താൻ ആ കഥയ്ക്ക് നൽകിയ പേരെന്നും തലക്കെട്ടിലും സാമ്യമുണ്ടെന്നും ശ്രീലേഖ അവകാശപ്പെടുന്നു. 2021 ഭൂതകാലത്തിന്റെ മൂലകഥ എന്ന് ശ്രീലേഖ അവകാശപ്പെടുന്ന കഥ അവർ യൂട്യൂബിൽ പങ്കുവച്ചിരിക്കും. 2022 ജനുവരി മാസത്തിലായിരുന്നു ഭൂതകാലത്തിന്റെ റിലീസ്. തന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതിന് 2 കഥകളുടെയും യൂട്യൂബ് ലിങ്കുകളും അവർ ആ കുറിപ്പിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഈ 2 സിനിമകളും തമ്മിൽ മറ്റൊരു കണക്ഷൻ ഉണ്ടെന്നും രണ്ടിലെയും നായകൻ ഷെയ്ൻ നിഗം ആണെന്നും ശ്രീലേഖ പറയുന്നുമുണ്ട്. ഈ മോനെ എനിക്ക് പറവ എന്ന സിനിമ കണ്ടപ്പോൾ മുതൽ ഇഷ്ടമാണ്. കാരണം എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന, ഞാനൊരു സഹോദരനായി കണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെയാണ് ഈ താരവും ദൃഢം എന്ന സിനിമയിൽ കാണപ്പെടുന്നത്. എനിക്ക് വീട്ടിലെ കോശേരി മാവിന്റെ തൈയും ഇടയ്ക്കിടെ ശുദ്ധമായ തേനും നെയ്യും ഒക്കെ സമ്മാനിച്ചിരുന്ന മുഹമ്മദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ കക്ഷിയെന്നും ശ്രീലേഖ പറയുന്നു. ഭൂതകാലം എന്ന സിനിമയുടെ കഥയുമായി ശ്രീലേഖ മാഡം പറയുന്ന അനുഭവകഥയ്ക്ക് സാമ്യമുണ്ട്. എന്നാൽ അതൊരു മോഷണമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഭൂതകാലം എന്ന സിനിമയുടെ അതേ ത്രെഡ് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ദി ബബാഡോക്ക് എന്ന ഓസ്ട്രേലിയൻ സിനിമയും ഹെറിഡിറ്ററി എന്ന ഹോളിവുഡ് സിനിമയും ഒക്കെ ഇതേ ഗണത്തിൽ പെടുന്നതാണ്. ശ്രീലേഖ ഈ കഥ പറയുന്നത് 2021 ഒക്ടോബറിലാണ്. ഭൂതകാലം സിനിമ റിലീസാകുന്നത് 2022 ജനുവരിയിലാണ്. ഒരു സിനിമയുടെ ത്രെഡ് കണ്ടെത്തി തിരക്കഥയുണ്ടാക്കി നടീനടന്മാരുടെ ഡേറ്റ് കണ്ടെത്തിയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ഷൂട്ട് കംപ്ലീറ്റ് ചെയ്താലും പിന്നെ ഒരുപാട് വർക്കുകൾ ചെയ്താണ് ആ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ 2 മാസം കൊണ്ട് ശ്രീലേഖ മാഡം പറഞ്ഞ ഈ കഥയെടുത്ത് സിനിമയാക്കി എന്നത് ശരിയാകണം എന്നില്ല. സമാനതകൾ ഉണ്ടെങ്കിലും അതൊരു കോപ്പിയടി എന്ന് ഒരിക്കലും പറയാനാകില്ല. അതേപോലെ ദൃഢം എന്ന സിനിമ ഒരു ബാങ്ക് റോബറിയും തുറന്നുള്ള കൊലപാതകങ്ങളും ഒക്കെ പറയുന്ന ഒരു സിനിമയാണ്. കരിങ്കുടി പോലീസ് സ്റ്റേഷനിൽ ശ്രീലേഖ മാഡം പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു പുതിയ SIയുടെ കഥയാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ശ്രീലേഖ മാഡം അതിൽ പറയുന്നുമില്ല. ഇനി ഷെയ്ൻ നിഗം എന്ന പേര് കണ്ടിട്ടാണോ മാഡം ഈ മോഷണം ആരോപിക്കുന്നത് എന്നും അറിയില്ല. എന്തായാലും എളുപ്പത്തിൽ ചീറ്റിപ്പോകുന്ന 2 ആരോപണങ്ങൾ തന്നെയാണ് മുൻ IPS മാഡം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി സുഗതൻ ഗുണ്ടയല്ല കൗൺസിലറാണ് എന്ന തിരക്കഥയെങ്കിലും നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. അത് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചു കാലത്തിന് ശേഷം സുഗതന്റെ കഥയും ആളുകൾ മോഷ്ടിച്ച് സിനിമ ആക്കാൻ സാധ്യതയുണ്ട്.